7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുന്ന കുറേ പേരുണ്ട്. അതിലേക്ക് ഒരാളെയും കൂടി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. മലപ്പുറംകാരിയായിട്ടുള്ള സ്വപ്ന ഇബ്രാഹിം. മലപ്പുറത്തെ തന്നെ ഒരു കാഴ്ചയിൽ നിന്നാണോ ഈ ഒരു ആഗ്രഹം വരുന്നതും യാത്ര തുടങ്ങുന്നതും? ഡെഫിനറ്റ്ലി യെസ്. നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്ത ചെറിയ ചെറിയ മൗണ്ടൻസ്, മിനിയൂട്ടി, മറ്റേ കോട്ടക്കുന്ന്, ദേവാലയ എസ്റ്റേറ്റിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ, അന്ന് മറ്റേ ഗൈഡഡ് ട്രിപ്സും അങ്ങനത്തെ ടൂറും ഒന്നുമില്ല. ഉപ്പ കൊണ്ട് നടന്ന ആ ഒരു ഇൻട്രസ്റ്റ് കാരണമാണ് ഓരോ മലയും കയറി അതിന്റെ കുന്നിന്മേൽ എത്തിയിട്ട് അതിന്റെ മേലെ നല്ല സൺറൈസോ സൺസെറ്റോ കാണാനുള്ള ഒരു ഭംഗി നമ്മൾ ആസ്വദിച്ചു വരുന്ന ഒരു കുട്ടിക്കാലം ഉണ്ടായതുകൊണ്ടാണ് വലുതാവുമ്പോൾ അത് വേറെ ലെവലിലേക്ക് എത്തിപ്പെടാൻ വന്നത്. നമ്മളിപ്പോ ഒരുപാട് ട്രെക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എല്ലാ രാജ്യങ്ങളിലെയും ഹയസ്റ്റ് പീക്ക് എന്നുള്ള അതിലൊരു സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, എപ്പോഴാണ് വരുന്നത്? അത് വൺസ് ഐ റീച്ച്ഡ് അഡൽട്ട്ഹുഡ്, എന്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, എന്തെങ്കിലും ഒരു ചാലഞ്ച് മുന്നിലോട്ട് ആരെങ്കിലും വെച്ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈ നോട്ട്, ലെറ്റ്സ് ട്രൈ. നമ്മൾ ട്രൈ ചെയ്യണ വരെ നമുക്ക് അറിയില്ലല്ലോ വെദർ വി ക്യാൻ എന്നുള്ളത്. ബാലി പോയപ്പോ മൗണ്ട് ബട്ടൂർ എന്ന് പറഞ്ഞൊരു വോൾക്കാനോയില് നമ്മൾ 8 പേര് മലപ്പുറം ജില്ലയിൽ നിന്നാണ് സ്ത്രീകള് പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അന്നത്തെ ആ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല യു കുഡ് റീച്ച് ദ സമ്മിറ്റ് ഓർ ദ ടോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. അവിടുന്ന് ഐ റിയലൈസ് ദാറ്റ് it's not in how you look or appear. I mean, it's in, you know, what's the inner strength that's inside you. അപ്പൊ അവിടുന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്താണ്. അപ്പൊ ഇപ്പൊ കിളിമഞ്ചാരോ ഉണ്ട്, പിന്നെ യൂറോപ്പിലുണ്ട് മൗണ്ട് എൽബ്രസ് ആണ് ഇപ്പൊ ലാസ്റ്റ് 9 ദിവസം മുമ്പ്. ഓക്കെ. പർവ്വതങ്ങളൊക്കെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഫിസിക്കലി ഒക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരില്ലേ? അപ്പൊ അതൊക്കെ റിക്കവർ ആയി വരുന്നുള്ളൂ? യെസ്, റിക്കവർ ആയി വരുന്നുള്ളൂ. റിക്കവറി ആൻഡ് ട്രെയിനിങ് ഊർജമായിട്ട് വീണ്ടും കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ ആം ഈഗർ ടു ഗോ ടു ദ നെക്സ്റ്റ് വൺ. അതിന്റെ ഇടയിൽ കൂടെ ഇതിനെ ചൊല്ലിയുള്ളൊരു പുസ്തകവും ഇറങ്ങുന്നുണ്ട് അടുത്ത മാസം, പർവ്വതങ്ങൾ കീഴടക്കിയ പെൺകുട്ടി എന്ന് പറഞ്ഞ മലയാളം പുസ്തകം. അപ്പം കിളിമഞ്ചാരോ 2022 റൈറ്റ്. പിന്നീട് എന്താണ് ഇത്രയും സമയം എടുത്തത്? മറ്റേ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ക്ലൈംബ് ചെയ്തു. ഓരോ വർഷം ഓരോ മേജർ പീക്സ് കയറാനാണ് ഞാൻ ടാർഗറ്റ് ചെയ്യാറ്. ഈ മൗണ്ട് എൽബ്രസ് കയറുന്നതിന്റെ ജസ്റ്റ് മുമ്പ് കാഞ്ചൻജുംഗയിലുള്ള മൗണ്ട് തിങ്ചെങ് കാങ് എന്ന് പറഞ്ഞ മൗണ്ടനാണ് 6010 meters above sea level. അപ്പൊ നമ്മുടെ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടക്കുന്നതിന് മുൻപ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? എക്സാക്ട്ലി. അങ്ങനെ യൂറോപ്പിലെ മൗണ്ട് എൽബ്രസും ആഫ്രിക്കയിലെ കിളിമഞ്ചാരോയും കീഴടക്കി കഴിഞ്ഞു. ഇനിയും ഉയരം കൂടിയ കൊടുമുടികൾ ഒരുപാടുണ്ട് മലപ്പുറംകാരിയായിട്ടുള്ള സ്വപ്ന ഇബ്രാഹിമിനെ കീഴടക്കാൻ വേണ്ടിയിട്ട്. ആ സ്വപ്നങ്ങളിലാണ്, ആ തയ്യാറെടുപ്പുകളിലാണ്. ആ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ്എമ്മില്. RJ ജോഷിനെയാണ് ഒപ്പം. നോർമലി എല്ലാവരും 7 ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന പീക്കുകളെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു മലപ്പുറംകാരിയായിട്ടുള്ള സ്വപ്ന ഇബ്രാഹിം. കാരണം അതൊക്കെ കീഴടക്കണം എന്നുള്ളതായിരുന്നു അവരുടെ സ്വപ്നം. അതിൽ 2 കീഴടക്കി കഴിഞ്ഞു, കിളിമഞ്ചാരോയും മൗണ്ട് എൽബ്രസും. ആ കഥയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഈ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമൊന്നുമല്ല. അതിനും കുറേ പ്രിപ്പറേഷൻസ് വേണം, മെന്റലി, ഫിസിക്കലി, എക്കണോമിക്കലി. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്? One step at a time, ensure that you're fit. അതേപോലെ തന്നെ mentally ensure that you are, you can overcome your physical limitations. Economically, you have to save up for the major milestones. It becomes expensive as higher as you get. It's actually ഒരു lifestyle change ആണ്, അല്ലെങ്കിൽ ഒരു total makeover, change over എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു feel good factor നമുക്ക് തരാം. You become a whole new you. നമ്മൾ എന്താണ് ഇത്രയും കാലമായിട്ട് ചിന്തിച്ചിരുന്നത്, ഇത് ഇന്നെ കൊണ്ട് താങ്ങാൻ കഴിയൂല എന്ന് പറയുന്ന നമ്മൾ, വി ബിക്കം വെരി ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് വി ബിക്കം വെരി സ്ട്രോങ് അറ്റ് മൈൻഡ്, ബോഡി ആൻഡ് സോൾ വൺസ് വി സ്റ്റാർട്ട് ക്ലൈംബിംഗ്. നോട്ട് ജസ്റ്റ് എ സമ്മിറ്റ്. കാരണം ഇതിന്ന് കൊടുക്കുന്ന നമ്മൾ ആ ക്ലൈംബ്, ആ ജേർണി ഇൻ ബിറ്റ്വീൻ, യു ഗോ ത്രൂ ദ ബേസിക് ലെവൽ ഓഫ് ലിവിംഗ്. നമ്മള് ക്രാംപോൺസും സ്നോവും തണുപ്പത്തും 3000 below feetല് animals or birds you are bound to see. Then it's your Sherpa, your guide, yourself and your feet, your inner strength. So that's when you realize നമ്മൾ മേലെ എത്തുന്നതോട് കൂടി you are so small in the face of this huge mighty mountain. നമ്മൾ എറുമ്പിനെ പോലെയാണ്. പ്രശ്നങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ it just disappears in the wind. ഓക്കേ. നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയും കണ്ടെത്തുകയും വളർത്തുകയും ചെയ്യാണ് നമ്മുടെ ഓരോ യാത്രയിലൂടെയും അല്ലേ? എക്സാക്ട്ലി, സത്യം. നമ്മളെ ജയറാമിനെ ഏതൊരു സിനിമയിൽ പറയണ്ടല്ലോ, ഭാവന വികസിക്കാൻ അല്ലെങ്കിൽ വളരാനുള്ളൊരു അത് വേറൊരു മെഷീനും വേണ്ട. നമ്മൾ കാല് വെച്ച് നമ്മളാണ് നടക്കുക. കാട്ടിന്റെ ഉള്ളിക്കോ അല്ലെങ്കിൽ പർവ്വതങ്ങൾ കയറിയിട്ടോ താണ്ടിയിട്ടോ അല്ലെങ്കിൽ ആനിമൽസ്, മൃഗങ്ങളായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ സ്കൂബ ഡൈവിംഗ്, വെള്ളത്തിന് അടിത്തട്ടിൽ പോകുമ്പോഴൊക്കെ, ദാറ്റ്സ് വെൻ യു റിയലൈസ്
നമ്മൾ കാണാത്ത എത്രയോ ലോകം നമുക്ക് കാണിച്ചു തരാനുണ്ട്. അതിൽ ഓരോ ജീവികൾ എങ്ങനെ ജീവിക്കുന്ന എന്നുള്ളതിൽ പ്രത്യേകതകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഇത് DNA വഴി മകൾക്കും കൊടുത്തിട്ടുണ്ടല്ലേ? യെസ്. 11 വയസ്സായപ്പോഴാണ് ഞാൻ അവളെ കിളിമഞ്ചാരോ ട്രെക്ക് ചെയ്യാൻ കൊണ്ടുപോയത്. ഷീ വാസ് ദ മെയിൻ റീസൺ ദാറ്റ് ഐ കുഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പോ ആ DNA എനിക്ക് കിട്ടിയത് എന്റെ ഉപ്പാന്റെ അടുത്ത് നിന്നാണ്. അപ്പൊ ഞാനതെന്റെ മകൾക്ക് പകർത്തി മാത്രം. ഇപ്പൊ നമ്മൾ ഈ വർഷത്തത് കഴിഞ്ഞോ? അടുത്ത കോണ്ടിനെന്റ് 2 ക്ലൈംബിംഗ് സീസൺ ഉള്ളത് ഓസ്ട്രേലിയത്തെ മൗണ്ടൻ ഉണ്ടായിരുന്നു. ദാറ്റ്സ് വൺ ഓഫ് ദ 7 സമ്മിറ്റ്സ്, മൗണ്ട് കൊസിയസ്ക്യൂ. അതുകൂടാതെ അക്കോങ്ക്വാഗോ ഉണ്ട്. സോ അതിനുള്ള ട്രെയിനിങ് എല്ലാതും തീരാന്നുണ്ടെന്നുണ്ടെങ്കിൽ, ബിക്കോസ് ആസ് യു ഗോ ഹയർ നമ്മൾ ഒന്നും കൂടി അതിക്കും മേലെ എന്ന് പറയില്ല. അപ്പോ ഇനിയും യാത്രകൾ തുടരട്ടെ. താങ്ക് യു. യു ആർ വെൽക്കം. കീഴടക്കാൻ പർവ്വതങ്ങൾ ഇനിയും ബാക്കിയാണ്, ഊർജവും ബാക്കിയാണ്, ആഗ്രഹവും സ്വപ്നവും ബാക്കിയാണ് മലപ്പുറംകാരിയായിട്ടുള്ള സ്വപ്ന ഇബ്രാഹിമിൽ. അതുകൊണ്ട് തന്നെ മൗണ്ട് എവറസ്റ്റ് അടക്കം കീഴടക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അല്ലേ. കിളിമഞ്ചാരോയും മൗണ്ട് എൽബ്രസും ഒക്കെ കീഴടക്കി കഴിഞ്ഞു. ആ യാത്രയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടത്. ക്ലബ് FM RJ ജോഷ്ണിയാണേ ഒപ്പം.